ഹായ് ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ആൻഡ് ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അതായത് ഞങ്ങളുടെ വാങ്കുട്ടിന് ചോറൂണായിരുന്നു. നമ്മുടെ കമുകുഞ്ചേരി തിരുവിളക്കമലപ്പം ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ചോറൂണ്. നമുക്ക് വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു, വാങ്കുട്ടൻ കരയുമോ അല്ലെങ്കിൽ അവൻ കഴിക്കുമ്പോൾ എന്തായിരിക്കും അവൻ്റെ റിയാക്ഷൻ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായില്ല, ഒരു വഴക്കും ഒരു അലമ്പവും ഉണ്ടാക്കിയില്ല. അവൻ ഗുഡ് ബോയ് ആയിട്ടൊരു ചോറ് വെച്ച് കേട്ടോ. അപ്പം ആദ്യമേ എന്ന് വെച്ചാൽ മുളക്, ഉപ്പ്, പുളി ഇതെല്ലാം കൂടി ഒരുമിച്ച് ജസ്റ്റ് ഞെരടിയിട്ട് അമ്പലത്തിലെ പടച്ചോറുണ്ടല്ലോ അതിനകത്ത് ഞെരടി ജസ്റ്റ് വായി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ കരുതി എരിയൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ കരയും എന്നൊക്കെ കരുതി, എന്തായാലും ആ കരഞ്ഞൊന്നുമില്ല, നല്ല ഗുഡ് ബോയ് ആയിട്ടിരുന്നു. അതിനുശേഷം പിന്നെ ശർക്കര പായസം വെച്ച് കൊടുത്തു, പിന്നെ പാൽപ്പായസം വെച്ച് കൊടുത്തു. ഇതെല്ലാം നമ്മൾ കുറേശ്ശെ കുഞ്ഞിൻ്റെ വായി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഉപ്പ്, പുളി, മുളക് ഇതെല്ലാം 3 തവണ കുഞ്ഞായിട്ട് തൊട്ട് വായി വെച്ച് കൊടുക്കണം. അങ്ങനെയായിരുന്നു നമ്മുടെ ഇവിടെ ചോറ് കൊടുപ്പൊക്കെ. അപ്പോൾ ഞാനും ഏട്ടനും ഇഷാൻകുട്ടനും അതേപോലെ ചേച്ചിയുടെ മോള് കല്ലൂസും നമ്മളെല്ലാവരും കൂടെ നിരന്നിരുന്നായിരുന്നു കേട്ടോ കുഞ്ഞിന് ചോറ് കൊടുത്തത്. അപ്പം എന്താ പറയുക, നമ്മൾ വിചാരിച്ചു അവ കരയുമെന്ന്, പക്ഷേ ഒരു പ്രശ്നമില്ലായിരുന്നു. കുഞ്ഞിൻ്റെ മുന്നേ വേറൊരു കുഞ്ഞാവേ ഉണ്ടായിരുന്നു. ആ കുഞ്ഞാവയ്ക്ക് ഇച്ചിരി എരി കൂടിപ്പോയി നിന്ന് അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം ഇവനത് നോക്കിയിരുന്നപ്പോൾ നമ്മൾ കരുതി ഇനി കരയുമോ എന്നൊക്കെ വിചാരിച്ചു. എന്തായാലും കരഞ്ഞൊന്നുമില്ല, അതുകൊണ്ട് വളരെ ഹാപ്പി ആയിരുന്നു. എല്ലാവരും തൊട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പം നമ്മളെല്ലാവരും തൊട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ. ഞാനും കൊടുത്തു. ഞാൻ ജസ്റ്റ് പാല് മാത്രം തൊട്ട് കൊടുത്തതേ ഉള്ളൂ, കാരണം ഒരുപാട് എരിയും പുളിയൊന്നും കുഞ്ഞിന് ചെല്ലണ്ടാന്ന് കരുതി ജസ്റ്റ് പാല് മാത്രം കൊടുത്തു. പിന്നെ ഇഷാൻകുട്ടനാണെങ്കിൽ കൊടുക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടിരുന്നു, പെട്ടെന്ന് ഓടിപ്പോയി കൊടുക്കുമായിരുന്നു കേട്ടോ. പെട്ടെന്ന് അതിനുശേഷം ചേച്ചിയുടെ മോൾ അവളും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടിരുന്നതാട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവളും വന്നിട്ട് കൊടുത്തു. പിന്നെ എൻ്റെ പപ്പ, അമ്മ, പിന്നെ അതുപോലെ ഏട്ടൻ്റെ അമ്മ, അപ്പൂപ്പൻ, ചേച്ചി, ചേട്ടൻ എല്ലാവരും വന്ന് കുഞ്ഞിന് ചോറ് കൊടുത്തു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ. കാരണം കുഞ്ഞ് കരയാതൊക്കെ ഇരുന്നപ്പോൾ നമുക്ക് ഹാപ്പി. കുഞ്ഞ് കരയുവാണെങ്കിൽ നമ്മളും പെട്ടെന്ന് ടെൻഷൻ ആവുമല്ലോ. ഇത് പ്രശ്നമൊന്നുമില്ല, അതാവും നല്ല ഗുഡ് ബോയ് ആയിട്ട് തന്നെ ഇരുന്നു കേട്ടോ. വളരെ ഹാപ്പി ആയിരുന്നു. അതിനുശേഷം തുലാഭാരം ഉണ്ടായിരുന്നു കേട്ടോ. തുലാഭാരം ശർക്കര വെച്ചിട്ടായിരുന്നു. അതും അമ്പലത്തിൽ തന്നെ, അതും ഒരു പ്രശ്നവുമില്ല, അത് നല്ല നീറ്റായിട്ട് തന്നെ അവനിരുന്നു കേട്ടോ. അതും പിന്നെ ആ തുലാഭാരത്തിൻ്റെ ഊഞ്ഞാലിരിക്കുമ്പോൾ ചിലപ്പോൾ കരയുന്നൊക്കെ നമ്മൾ കരുതി, പക്ഷെ അവൻ കരഞ്ഞതൊന്നുമില്ല. കമഴ്ത്തി കിടത്തിയാണ് കേട്ടോ തുലാഭാരം തൂക്കിയത്. അതും നല്ല നീറ്റായിട്ട് ഇരുന്നു, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കറക്കുമ്പോഴൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി കരയുവോ എന്നൊക്കെ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും കരയാതെ നല്ല ഗുഡ് ബോയ് ആയിട്ട് തന്നെ ഇരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് വളരെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, കുഞ്ഞിൻ്റെ ചോറൂണ് കഴിഞ്ഞു. നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ഡേ ആയിരുന്നു കേട്ടോ കുഞ്ഞിൻ്റെ ചോറൂണെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം കുഞ്ഞിന് 5 മാസത്തിലാണ് ചോറ് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ എന്തായാലും കുഞ്ഞിന് 5 മാസം കഴിയാറായിരുന്നു. പിന്നെ എന്താ പറയുക, 6 മാസം ആവാറ്. അപ്പോൾ 5 മാസം കഴിയുന്നതിന് മുന്നേ കുഞ്ഞിന് ചോറ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.